ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ വീക്കിലി പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ കൊല്ലപ്പള്ളിയിൽ നിന്നും തിരിച്ചു വന്ന് അലീനയെ ചീത്ത പറഞ്ഞിട്ടും ദേഷ്യപ്പെട്ടിട്ടും വൈജയന്തിയുടെ കലിയും ദേഷ്യവും അടങ്ങാനാവാതെ അസ്വസ്ഥതയിലാണ് വൈജയന്തി. അലീന ബാലചന്ദ്രന്റെ റൂമിൽ വന്ന് എല്ലാവരും കൂടെ ആ പാവത്തിനെ വെറുതെ വട്ടുകളിപ്പിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, പാവമോ എന്ന്. ഇത്രയൊക്കെ അലീനയെ വെറുപ്പിച്ചിട്ടും അലീനയ്ക്ക് വൈജയന്തിയോടുള്ള സ്നേഹം മനസ്സിലാക്കി ബാലചന്ദ്രൻ അങ്ങനെ അലീനയെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നീട് ബാലചന്ദ്രന്റെ മുറിയിലേക്ക് കൊടുങ്കാറ്റ് പോലെ വൈജ കയറി വന്നിട്ട്, തീയിലാണ് ഞാൻ നിൽക്കുന്നത് അറിയോ ബാലചന്ദ്രന് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ വളരെ കൂളായിട്ട്, നിനക്കും വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാനൊരു പൊട്ടനായി നിന്നു തരാം എന്ന്. അതിന് വൈജയന്തി അത്ഭുതത്തോടെ ബാലചന്ദ്രനെ തന്നെ നോക്കി നിൽക്കുന്നു. അന്നേരം വൈജയന്തി പുറത്തെവിടെയോ പോകാൻ ഒരുങ്ങിയതായി അലീനയ്ക്ക് തോന്നി. ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന അലീനയുടെ ചോദ്യത്തിന്, കുറച്ച് വിഷമുണ്ടെങ്കിൽ വിളമ്പി വെക്കേ, ഞാൻ കഴിക്കാം എന്ന് പറയുന്നു. അലീനയ്ക്ക് ചോദിച്ചത് അബദ്ധമായി എന്ന് തോന്നി. പിന്നീട് എങ്ങോട്ടോ ദേഷ്യപ്പെട്ട് പോകാൻ ഒരുങ്ങിയ വൈജയന്തിയോട്, നീ പോകണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല വൈജയ് എന്ന് ബാലചന്ദ്രൻ പറയുന്നു. കാറിൽ കയറുമ്പോൾ വൈജയന്തി പറയുന്നത്, ഞാൻ ബാലചന്ദ്രന്റെ ഭാര്യയായിട്ടല്ല, ബാലചന്ദ്രൻ എൻ്റെ ഭർത്താവാണോ എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത് എന്ന്. ഗേറ്റ് തള്ളി തുറന്ന് കാറിൽ കയറി കുറച്ചു നേരം പൊട്ടിക്കരഞ്ഞ് സ്പീഡിൽ കാർ ഓടിച്ചു പോകുന്നുണ്ട് വൈജയന്തി. എതിരെ വരുന്ന ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ വെട്ടിച്ചതും കാറ് മറിഞ്ഞ് ചക്രമൊക്കെ തെറിച്ച് ചില്ലൊക്കെ പൊട്ടി അപകടം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനെ ഉപേക്ഷിച്ചു പോയ വൈജയന്തിക്ക് ദുരന്തവും അപകടവുമാണ് സംഭവിക്കുന്നത്. ഇനിയുള്ള എപ്പിസോഡുകളിലും നെഞ്ചിടിപ്പോടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.